വളപട്ടണം സഹകരണ ബാങ്കിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയ മുൻ പ്രസിഡന്റ് അടക്കമുള്ളവർ അറസ്റ്റിൽ. ഡയറക്ടർമാർ അടക്കമുള്ളവരുടെ വീട്ടിൽ റെയ്ഡും നടത്തിയ വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, വിവരങ്ങൾ. സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് 10 കോടിയിലധികം രൂപയുടെ വെട്ടിപ്പ് നടത്തിയ കേസിലാണ് ഇപ്പോൾ മുൻ പ്രസിഡന്റ് അടക്കം അറസ്റ്റിലായിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം മുൻപ് തന്നെ 10 കോടിയിലധികം രൂപ വെട്ടിപ്പ് നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട് കേസ് നിലനിന്നിരുന്നു. ഇവരുമായുള്ള മറ്റ് കാര്യങ്ങളിലടക്കം തെരച്ചിൽ ഊർജിതമാക്കിയത് ഈ അടുത്ത കാലത്താണ്. ടി സൈഫുദ്ദീൻ അടക്കമുള്ള മുൻ പ്രസിഡന്റും മറ്റ് ഡയറക്ടർമാരുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരിൽ പലരും ജാമ്യം എടുത്തിരുന്നു. എന്നാൽ മറ്റൊരു കേസ് കൂടി, പുതിയ കേസ് കൂടി നിലനിൽക്കുന്നതിനാൽ അറസ്റ്റ് സാധുവാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭൂമി തട്ടിപ്പ്, അതുപോലെ തന്നെ സ്വർണ്ണ പണയ തട്ടിപ്പ്, ബ്ലാങ്ക് ചെക്ക് നൽകി പണമില്ലാത്ത അക്കൗണ്ടിൽ ബ്ലാങ്ക് ചെക്ക് നൽകിയിട്ടുള്ള തട്ടിപ്പ്, ഇത്തരത്തിൽ 10 കോടിയിലധികം രൂപയുടെ വെട്ടിപ്പ് ബാങ്കുമായി ബന്ധപ്പെട്ട് നടത്തിയതായാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് കേസ് നിലനിൽക്കുന്നത്. UDF ആണ് കഴിഞ്ഞ സഹകരണ ബാങ്ക്, വളപട്ടണം സഹകരണ ബാങ്കിൽ കഴിഞ്ഞ കാലത്തെ ഭരണസമിതിയിലുണ്ടായിരുന്നത്. UDF നേതാക്കന്മാരാണ്. മുസ്ലിം ലീഗ് നേതാവാണ് അറസ്റ്റിലായിട്ടുള്ള സൈഫുദ്ദീൻ. അഞ്ജു, ഈ റെയ്ഡിൽ നിർണായക രേഖകളൊക്കെ ലഭിച്ചിരുന്നോ? അഞ്ജു, നേരത്തെ തന്നെ വളപട്ടണം ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസിൽ റെയ്ഡ് നടന്നിരുന്നു. ഈ റെയ്ഡിൽ പല രേഖകളും, കൃത്യമായും വെട്ടിപ്പ് നടന്നതായുള്ള പല രേഖകളും പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. കണ്ണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ വീടുകളിൽ റെയ്ഡ് നടത്തിയത്. ഇവരെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ്. അഞ്ജു, ശരി, വ്യക്തമാണ്. ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്.